നമ്മൾ മൊത്തം നശിച്ചുപോയതാണ്. ഫേസ്ബുക്കിൽ ഒരു മലയാളത്തിലൊരു കുറിപ്പ് എഴുതിയിട്ട് പലരും കണ്ടിട്ടുണ്ടാവും. ആ കുറിപ്പ് ശരിക്കും മലയാളികളുടെ നന്മ കാണണമെങ്കിൽ ശരിക്കും ആ കുറിപ്പിനുണ്ടായിരുന്ന ആ റെസ്പോൺസാണ്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, കമ്പനിയിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അങ്ങനെ സെയില് അതുമാതിരി സെയിൽ വരികയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ വരുന്നാൽ ആർക്കും കമ്പനിയുടെ ഉള്ളിൽ കയറാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഇനി ഈവൻ നമ്മളുടെ ലാബുണ്ട്, ടെസ്റ്റിംഗ് ലാബുണ്ട്, അവിടുത്തെ ടെസ്റ്റുകൾ കാണാം. എല്ലാം ഇവിടെ ഓപ്പൺ ആണ്. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വില കുറച്ച് കൊടുക്കണേന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഒരു ബോക്സ് ആണെങ്കിലും 100 ബോക്സ് ആണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും. ഇനി കൂടുതൽ എടുത്തിട്ട് അവരിൽ ബാക്കി സീൽ പൊട്ടിക്കാത്തത് ബാക്കി വരികയാണെങ്കിൽ ഇങ്ങോട്ട് അയച്ചാൽ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കും. നമ്മൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും പ്രളയത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കും വേണ്ടി തന്നെ എന്നോട് സൂക്ഷിച്ചേക്കാണ് വെച്ച്. കമോൺ എവരിബഡി, സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഒരു സ്ഥാപനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അതിജീവനത്തിൻ്റെയൊക്കെ കഥ പറയാനുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു കമ്പനിയുടെ ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു മലയാളിയുടെ ഒരു തനി കേരളീയൻ്റെ സംരംഭമാണ് നമ്മളിന്ന് ഹോം ടൂർ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഹോം ടൂർ വീഡിയോ അല്ല, ഒരു ഫാക്ടറി വിസിറ്റാണ്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. എന്തിൻ്റെ? ഇതാ വിൽവെക്സ് കേബിൾസ്. വിൽവെക്സ് കേബിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും പേർക്ക് അറിയാമായിരിക്കും. 2018 പ്രളയത്തിൽ മുഴുവൻ നശിച്ച് തകർന്നു പോയി. പിന്നീട് ഒരു ഉജ്ജ്വല പ്രതാപിയായിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് വിൽവെക്സ് കേബിൾസ്. അതെങ്ങനെയാണ് ആ ഉഗ്രൻ തിരിച്ചുവരവിൻ്റെ കഥ എന്ന് നമുക്ക് പറയാം. അഗസ്റ്റിൻ സാർ നമസ്കാരം. നമസ്കാരം. വിൽവെക്സ് കേബിളിൻ്റെ ഓണറാണ്. ഓണറെ തന്നെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. കാര്യം നമുക്ക് വേറെ ഇടനിലക്കാരും ഏജൻറ്റുകളും അല്ലെങ്കിൽ ഡീലേഴ്സും ഒന്നുമില്ല. കമ്പനിയിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് കേബിൾ മേടിക്കാം. എന്ത് കേബിൾ? നമ്മുടെ വയറിംഗ് കേബിളില്ലേ, വീടൊക്കെ പണിയുമ്പോൾ ഉപയോഗിക്കുന്ന കേബിൾ. അങ്ങനെ ഒരു കേബിളാണ് നമ്മുടെ വിൽവെക്സ് കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആയിട്ട് കേബിളുകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ മൊത്തം നശിച്ചുപോയതാണ്. കാരണം ഒരു രാത്രി കൊണ്ട് നമ്മളുടെ അതുവരെയുള്ള എല്ലാം നശിച്ചുപോയി. എല്ലാ മനുഷ്യന്മാരെ പോലെ പ്രളയത്തിന്റെ ബാധിച്ചിട്ടുള്ള എല്ലാം നശിച്ചു പോയിട്ടുള്ള എല്ലാം ബിൽഡിംഗ് പോയി, അതെ, സ്റ്റോക്കും എല്ലാം പോയി. മതിലും പോലും ഉണ്ടായിരുന്നില്ല, എല്ലാം നശിച്ചുപോയി. പിന്നീട് ഞങ്ങൾ ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കുമ്പോഴായിരുന്നു കോവിഡ്. അതും കഴിഞ്ഞ് ഞാൻ 2022 ഒരു പോസ്റ്റ് ഇടാണ് ഫേസ്ബുക്കിൽ. ഒരു മലയാളത്തിലൊരു കുറിപ്പ് എഴുതിയിട്ട് പലരും കണ്ടിട്ടുണ്ടാവും. ആ കുറിപ്പ് ശരിക്കും മലയാളികളുടെ നന്മ കാണണമെങ്കിൽ ശരിക്കും ആ കുറിപ്പിനുണ്ടായിരുന്ന ആ റെസ്പോൺസാണ്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, കമ്പനിയിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അങ്ങനെ സെയില് അതുമാതിരി സെയിൽ വരികയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, റിവ്യൂവിൽ എഴുതിയിരുന്നു. ക്വാളിറ്റി അവർ പണ്ടേ ഉപയോഗിച്ചിട്ടുള്ളതാണ്, നല്ല ക്വാളിറ്റിയാണെന്നുള്ളത്. ആ ഒരു സപ്പോർട്ടിൽ ഞങ്ങൾക്ക് ബിസിനസ് കൂടി. ഇപ്പോൾ നമ്മൾ HT കണക്ഷൻ എടുത്തു, പുതിയ ഇമ്പോർട്ടഡ് മെഷീൻ വെച്ചു. ഇപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു വർഷം ചെയ്തിരുന്നത് ഞങ്ങൾ ഇന്നൊരു മാസം ചെയ്യുന്നുണ്ട്. ആ ലെവലിലെത്തി. അത് മലയാളികളുടെ നന്മയും സപ്പോർട്ടോടുകൂടി മാത്രം. തീർച്ചയായിട്ടും അങ്ങനെ തകർന്നു പോയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് പുതുമുഖം മലയാളി സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയാണെങ്കിലും അല്ലെങ്കിൽ പ്രളയമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും എപ്പോഴും മലയാളി കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതുപോലെ വിജയിച്ച തലവര മാറ്റിയിട്ടുള്ള ഒരു സംരംഭമാണ് നമ്മുടെ വിൽവെക്സ്. അപ്പോൾ മലയാളികളോട് ഒരു പ്രത്യേക കമ്മിറ്റ്മെൻറ്റ്, പ്രത്യേക സ്നേഹം നമ്മുടെ വിൽവെക്സ് കേബിൾസിനുണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ ഒരു കമ്പനി വിസിറ്റാണ്. വിൽവെക്സ് കേബിളിൻ്റെ പ്രത്യേകത, അതായത് ഏതൊരു ബ്രാൻഡഡ്, അതായത് ലോകോത്തര ബ്രാൻഡഡ് മെറ്റീരിയലിനോടും കിടപിടിക്കുന്ന രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ വിൽവെക്സ് കേബിൾ അവരുടെ യൂണിറ്റിനുള്ളിൽ എന്താ നടക്കുന്നത് കണ്ടത്, ഒരു മാനുഫാക്ചറിങ് സംഭവം സെറ്റപ്പ് നമുക്ക് കാണണം. അത് നമ്മൾ ആളുകളെ കാണിച്ചിടാം. അപ്പോൾ അഗസ്റ്റിൻ സാറേ, അപ്പോൾ അങ്ങനെ നടന്നാലും കൊണ്ടത് എവിടെ നിന്ന് അതിൻ്റെ പരിപാടി തുടങ്ങുന്നത്? അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഒരു വയർ മേക്കിംഗ് യൂണിറ്റിലോട്ട് നമ്മൾ പോകുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് വീടിൻ്റെ ഉള്ളിൽ എവിടെയോ വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആളുകൾ ഇതിനെപ്പറ്റി വലിയ കോൺഷ്യസ് ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിംഗ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്നാണ് കോപ്പർ നമ്മൾ ഇത് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ PVC ഗ്രാനുൾസ് ഇടും. അതിൽ 2 കോട്ടിങ്ങാണ് വരുന്നത്. അത് ഇന്നർ സൈഡ് അവിടെ കോട്ടിങ് വരും. ആ വലിയ മെഷീൻ അതാണ് ഈ ഇവിടെ വരുന്നത്. ആ മെഷീൻ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ കോട്ടിങ് വരും. ഇതിൽ മാത്രമേ കളറുള്ളൂ. ഇവിടെയാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും കൊടുക്കേണ്ട ഹീറ്റുകൾക്കൊരു കണക്കുണ്ട്. ആ ഹീറ്റ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഇവിടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ
ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ നമ്മൾ 185 ഡിഗ്രി 175 ഡിഗ്രി 190 95 ഇത്ര ചൂടിലാണ് ഈ PVC കോപ്പറിൽ ഉരുകി പിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഉരുകി പിടിച്ച് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ചൂടിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഒന്ന് തണുപ്പിക്കും. ഇവിടെ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇത് ലേസറിൽ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ മാനുവലായിട്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ ഓടിയും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് കൺട്രോളാണ്. അത് കഴിഞ്ഞ് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇവിടെ വെച്ച് നമ്മൾ പേര് പ്രിന്റ് ചെയ്യും. ഇവിടുന്നാണ് പ്രിന്റിങ് നടക്കുന്നത്. പേര് പ്രിന്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ISI നമ്പർ, ISIയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏത് ക്ലാസ് 2 ആണെന്നുള്ളതൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും തണുപ്പിക്കും. കാരണം ഇവിടെ വരുമ്പോഴും നല്ല ചൂടുണ്ടായിരിക്കും. പിന്നെ ഈ 2 റൗണ്ട് തണുപ്പിച്ചതിന് ശേഷം ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഇതിനിടയ്ക്ക് പ്രൊഡക്ഷൻ നിർത്തി വെച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. പെട്ടെന്ന് തുടങ്ങാനുള്ള അതേ സമയങ്ങളല്ല. ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചിട്ടാണ് ഈ ഹൈ വോൾട്ടേജ് ടെസ്റ്റ് നടക്കുന്നത്. ഈ മെഷീനിലാണ് ഹൈ വോൾട്ടേജ് ടെസ്റ്റ്. ഓക്കെ. അപ്പം ഈ ഹൈ വോൾട്ടേജ് ടെസ്റ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ശബ്ദം കേൾക്കാം. നമുക്ക് എല്ലാവർക്കും കേൾക്കാം. മുകളിലുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാം. ഭീകര ശബ്ദമായിരിക്കും. അത്ര ഭീകരമല്ല, എന്നാലും ഒരുവിധം ശബ്ദം ഉണ്ടാവും. എല്ലാവരും അറ്റൻഷൻ വരണല്ലോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഓടി വരും. അത് കട്ട് ചെയ്ത് മാറ്റി കംപ്ലൈൻ്റ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റും. കംപ്ലൈൻറ്റ് വരാൻ സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ കോപ്പറിൽ വല്ല സ്റ്റാൻഡ് പൊന്തിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ PVCയിൽ വല്ല കരട് വീണിട്ടുണ്ടെങ്കിൽ അവിടെ സ്പാർക്ക് ചെയ്യും. ഇത് ഹൈ വോൾട്ടേജ്. ഇത് കടന്നു വന്നാൽ 90% പാസ്സായി. പരീക്ഷ പാസ്സായി. പിന്നെ നേരെ അത് ഓട്ടോ കോയിലിംഗ് മെഷീനിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 90 മീറ്റേഴ്സിലാണ് കോയിലുകൾ കൊടുക്കുന്നത്. അപ്പോൾ 90 മീറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 90 മീറ്റർ വെച്ച് കേബിൾ കട്ട് ചെയ്ത് പാക്കിംഗ് നടക്കാം. പിന്നെ ചില ആളുകൾ ചിലപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നീളത്തിൽ ബ്രേക്ക് ഇല്ലാതെ വേണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വലിയ ഡ്രമ്മിൽ കൊടുക്കും. ഇവിടെ 1 മീറ്റർ കേബിൾ ആയാലും 10,000 മീറ്റർ ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബ്രേക്കും ഇല്ലാതെ കൊടുക്കാം. പിന്നെ നമുക്ക് വേറെ ഡീലേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഡീലേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഡയറക്റ്റ് കസ്റ്റമറാണ്. ഒന്നുകിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ പേയ്മെന്റ് ഇടുന്നവർക്ക് നമ്മൾ ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗുണമേന്മയും കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാം. ഒരു സൂത്രം കൂടെ കാണിച്ചു തരാൻ ഞാൻ വിട്ടുപോയത്. അവിടെ കണ്ടോ, അങ്ങോട്ട് പോകും തോറും ഒരു മ്യൂസിയത്തിലൊക്കെ പോയാൽ നമ്മുടെ പഴയ മെഷീനറി പീസ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് എന്താണ് നമ്മുടെ പഴയ അല്ലേ? ഇത് നമ്മൾ 95 ഈ മെഷീൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട മെഷീൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും പ്രളയത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കും വേണ്ടി തന്നെ എന്നോടെ സൂക്ഷിച്ചേക്കാണ് വെച്ച്. സാധാരണ നശിച്ചു പോയ ഒരു ബിസിനസിന്റെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര കറുത്ത ഓർമ്മകളായിരിക്കും, ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചുവരവിന്റെ പ്രത്യേകം കൂടെയാണ് നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു രഹസ്യങ്ങളും ഇല്ല. കേബിൾ ഉണ്ടാക്കുന്നതിൽ സത്യത്തിൽ ഒരു രഹസ്യമൊന്നുമില്ല. കേബിളിൽ നല്ല കോപ്പറും PVC ഉപയോഗിക്കാം. അപ്പോൾ ആർക്കും കേബിൾ ഉണ്ടാക്കാം. അത്ര വലിയ ടെക്നോളജിയോ അല്ലെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല കേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ വരുന്നാൽ ആർക്കും കമ്പനിയുടെ ഉള്ളിൽ കയറാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഇനി ഈവൻ നമ്മളുടെ ലാബുണ്ട്, ടെസ്റ്റിംഗ് ലാബുണ്ട്, അവിടുത്തെ ടെസ്റ്റുകൾ കാണാം. എല്ലാം ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഫോട്ടോ എടുക്കും. ഒരാൾ വീട് പണിയാന്ന് വെച്ചാൽ അതിൽ ഒരു പ്രോഡക്റ്റും ഉണ്ടാക്കണമെന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വന്നാൽ കേബിൾ ഉണ്ടാക്കുന്നത് കണ്ടും സന്തോഷമായിട്ട് കേബിൾ എടുത്ത് പോകണം. കാലത്തോട്ടേ ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഇവിടെ കയറി വരുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് ചോദിച്ചാൽ അഗസ്റ്റിൻ സാറേ എന്താണ് നമുക്ക് കൊടുക്കാനുള്ള മറുപടി? ഇതിന്റെ വില വിവരം ഒന്ന് പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി, അതിനെ നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മീഡിയേറ്റേഴ്സ് ഇല്ല. സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, പിന്നെ ഓരോ ജില്ലകൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഡീലർ ഉണ്ടാവും. ഇവർക്കൊക്കെ ഒരു പെർസെൻറ്റേജ് പോയിട്ടാണ്. ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, കാരണം ഇതേ പ്രോഡക്റ്റിന് തന്നെ 20% 30% വരെ വില കൂടുതലുണ്ടല്ലോ പുറത്ത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വില കുറച്ച് കൊടുക്കണേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇതിൻ്റെ കാരണം ഇതാണ്, ഇതിനിടയിൽ മീഡിയേറ്റേഴ്സ് ഇല്ല. അപ്പോൾ അവരെ മാർജിൻ ഞങ്ങൾ നേരെ കസ്റ്റമർക്ക്, അതായത് ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ, അതാണ് നമ്മളുടെ സെയിൽസിൻ്റെ രീതി. അതെ, അത് മാത്രമല്ല ഇപ്പോൾ ഡെലിവറി ചാർജും ഇല്ലെന്നുള്ളതാണ്. ഇല്ല. ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വിൽവെക്സിൻ്റെ 90 മീറ്ററിൻ്റെ
90 മീറ്ററിൻ്റെ ഒരു ബോക്സ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പം വേറൊരു കാര്യം, ഇത് എവിടെയും ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇതിപ്പോൾ ഒരു ബോക്സ് ആയിട്ടാണ് ആളുകൾ മേടിക്കുന്നതെങ്കിലും ഒരു ബോക്സ് ആണെങ്കിലും 100 ബോക്സ് ആണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും. ഇനി കൂടുതൽ എടുത്തിട്ട് അവരിൽ ബാക്കി സീല് പൊട്ടിക്കാത്തത് ബാക്കി വരികയാണെങ്കിൽ ഇങ്ങോട്ട് അയച്ചാൽ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ചില ആളുകൾ കേബിൾ എടുത്തിട്ട് ചിലപ്പോൾ അതിൽ ബാക്കി വരാറുണ്ട്. അപ്പോൾ ബോക്സ് പൊട്ടിക്കാത്തതാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ മടക്കി തന്നാൽ ഇങ്ങോട്ട് മടക്കി അയച്ചാൽ ഞങ്ങൾ അവർക്ക് പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കും, റീഫണ്ട് ചെയ്ത് കൊടുക്കും. അത് വേറെ ഒരു ഈടാക്കുന്ന പരിപാടി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ 15% മുതൽ 20% വരെ വിലക്കുറവും നമ്മുടെ വിൽവെക്സ് കേബിളിന് കിട്ടുന്നുണ്ട് കേട്ടോ. മലയാളിയുടെ സ്വന്തം കമ്പനിയാണ്, മലയാളികൾ തന്നെ വീണ്ടും കൈപിടിച്ച് ഉയർത്തി വിജയിപ്പിച്ചൊരു കമ്പനിയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ വീട് പണിക്കും സ്ഥാപനം എന്ത് തന്നെ ആയിക്കോട്ടെ, വിൽവെക്സ് കേബിൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ട കമോൺ എവരിബഡി. പിഞ്ചുവിൻ്റെ വീട്ടിൽ വീട് പണി നടക്കുന്നുണ്ട്, അപ്പം നമ്മൾ ആലോചിക്കുന്നുണ്ട് വിൽവെക്സ് കേബിൾ തന്നെ ആക്കിയിരുന്നു. അല്ലേ പിഞ്ചു? നോക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. വിൽവെക്സ് കേബിൾ അവർ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വീട്ടിലെത്തുന്നതാണ് കേട്ടോ. അപ്പം സാർ ആവശ്യം സാർ, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. ഈ കുറിപ്പ് അങ്ങനെ തുടർന്ന് പോട്ടെ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ ഏതായാലും ഫോളോ ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ.